ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പഠിപ്പുര എയ്റ്റ് സെറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടറ്റ് എക്സാമുമായി റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതുവരെ പഠിപ്പുര എ ടു സെറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളുടെ വോളിൽ ലഭ്യമാവുകയുള്ളൂ. കേട്ടറ്റ് എക്സാമുമായി റിലേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ അനാലിസിസ്, മാത്സ് ക്വസ്റ്റ്യൻ സോൾവിങ് എന്നിവ പഠിപ്പുര എ ടു സെറ്റിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ക്വസ്റ്റ്യൻസ് ആണ്. എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് പാർട്ട് 1 ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് പാർട്ട് 2 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് സ്വാഗതം. കാറ്റഗറി 1 എക്സാമിൽ 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന ടോപ്പിക്സിൽ നിന്ന് വരാറുള്ളത്. നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് സസ്യചലനങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പ്ലാന്റ് മൂവ്മെൻറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണിത്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. ഏതൊക്കെ സസ്യചലനങ്ങളുണ്ടെന്നും അതിൻ്റെ നിർവചനങ്ങളും. ഓക്കെ, ട്രോപ്പിക ചലനം എന്ന് വെച്ചാൽ സസ്യചലന ദിശ ഉദ്ദീപനത്തിൻ്റെ ദിശയാൽ നിർണ്ണയിക്കപ്പെടുന്ന ചലനമാണ് ട്രോപ്പിക ചലനം. ട്രോപ്പിക ചലനം എന്താണ്? സസ്യചലന ദിശ, അത് സസ്യത്തിൻ്റെ ചലനദിശ ഉദ്ദീപനത്തിൻ്റെ ദിശയാൽ നിർണ്ണയിക്കപ്പെടുന്ന ചലനമാണ് ട്രോപ്പിക ചലനം. പ്രകാശത്തിന് നേർക്ക് വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണതയെ എന്തു പറയുന്നു? ഫോട്ടോട്രോപ്പിസം. പ്രകാശത്തിനു നേർക്ക് വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണതയാണ് ഫോട്ടോട്രോപ്പിസം. ഫോട്ടോട്രോപ്പിസം എന്നാൽ എന്ത്? പ്രകാശത്തിനു നേർക്ക് വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണതയാണത്. ഓക്കെ, ഭൂഗുരുത്വാകർഷണത്തിൻ്റെ ദിശയിൽ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണതയെ ജിയോട്രോപ്പിസം എന്ന് പറയുന്നു. അത് ജിയോ എന്ന് പറയുന്നത് ഭൂഗുരുത്വവുമായി ബന്ധപ്പെട്ട ജിയോഗ്രഫി അതാ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ഭൂഗുരുത്വാകർഷണത്തിൻ്റെ ദിശയിൽ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണത, അതാണ് ജിയോട്രോപ്പിസം. ജിയോട്രോപ്പിസം എന്നാൽ ഭൂഗുരുത്വാകർഷണത്തിൻ്റെ ദിശയിൽ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണതയാണ്. രാസവസ്തുക്കളുടെ സ്വാധീനത്തിൽ വളരാനുള്ള ചെടികളുടെ പ്രവണതയാണ് കീമോട്രോപ്പിസം. കീമോതെറാപ്പി എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും, ക്യാൻസർ ഉള്ള. അതേപോലെ അതാണ് രാസവസ്തുക്കളുമായി ബന്ധപ്പെട്ടാണ് കീമോ. രാസവസ്തുക്കളുടെ സ്വാധീനത്തിൽ വളരാനുള്ള ചെടികളുടെ പ്രവണതയാണ് കീമോട്രോപ്പിസം. എന്താണ്? രാസവസ്തുക്കളുടെ സ്വാധീനത്തിൽ വളരാനുള്ള ചെടികളുടെ പ്രവണതയാണ് കീമോട്രോപ്പിസം. സ്പർശനങ്ങളോട് പ്രതികരിക്കാനുള്ള ചെടികളുടെ പ്രവണതയാണ് സിസ്മോനാസ്റ്റിക് ചലനങ്ങൾ. സ്പർശനങ്ങളോട് പ്രതികരിക്കാനുള്ള ചെടികളുടെ പ്രവണതയെ എന്തു പറയുന്നു? സീസ്മോനാസ്റ്റിക് ചലനങ്ങൾ. സീസ്മോനാസ്റ്റിക് ചലനങ്ങൾ എന്നാൽ എന്ത്? സ്പർശനങ്ങളോട് പ്രതികരിക്കാനുള്ള ചെടികളുടെ പ്രവണതയാണത്. സസ്യങ്ങളുടെ വളർച്ച അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? സസ്യങ്ങളുടെ വളർച്ച അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? ക്രെസ്കോഗ്രാഫാണ്. ക്രെസ്കോഗ്രാഫ് ഉപയോഗിച്ചാണ് സസ്യങ്ങളുടെ വളർച്ച അളക്കുന്നത്. ക്രെസ്കോഗ്രാഫ്. ഓക്കെ, നെക്സ്റ്റ് പരാഗണം. സസ്യങ്ങളിലെ പരാഗണത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷികൾ വഴിയുള്ള പരാഗണത്തെ ഓർണിത്തോഫിലി എന്ന് പറയുന്നു. പക്ഷികൾ വഴിയുള്ള സസ്യങ്ങളിലെ പരാഗണത്തെ ഓർണിത്തോഫിലി എന്നാൽ പക്ഷികൾ വഴിയുള്ള പരാഗണമാണ്. ജന്തുക്കൾ വഴിയുള്ള പരാഗണത്തെ സൂഫിലി എന്ന് പറയുന്നു. ജന്തുക്കൾ വഴിയുള്ള പരാഗണത്തെ എന്ത് പറയുന്നു? സൂഫിലി എന്ന് പറയുന്നു. സൂഫിലിയാണ് ജന്തുക്കൾ വഴിയുള്ള പരാഗണം. കാറ്റു വഴിയുള്ള പരാഗണമാണ് അനിമോഫിലി എന്നാൽ കാറ്റു വഴിയുള്ള പരാഗണമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഷഡ്പദങ്ങൾ വഴിയുള്ള പരാഗണമാണ് എൻഡമോഫിലി എന്നാൽ ഷഡ്പദങ്ങൾ വഴിയുള്ള പരാഗണമാണ്. ഷഡ്പദങ്ങൾ വഴിയുള്ള സസ്യങ്ങളിലെ പരാഗണമാണ് എൻഡമോഫിലി. ജലത്തിലൂടെയുള്ള പരാഗണമാണ് ഹൈഡ്രോഫിലി. അത് ഓർത്താൽ മതി. ജലത്തിലൂടെയുള്ള പരാഗണം ഹൈഡ്രോഫിലി എന്നാൽ ജലത്തിലൂടെയുള്ള പരാഗണമാണ്. കാറ്റിലൂടെ പരാഗണം നടക്കുന്ന സസ്യങ്ങൾ ഏതൊക്കെ? കാറ്റിലൂടെ പരാഗണം നടക്കുന്ന സസ്യങ്ങൾ, കാറ്റിലൂടെ എന്ന് പറയുന്നത് അനിമോഫിലിയാണ്. അനിമോഫിലി വഴി പരാഗണം നടത്തുന്ന സസ്യങ്ങൾ ഗോതമ്പ്, നെല്ല്, തെങ്ങ്, കരിമ്പ്, മുരിങ്ങ, എരുക്ക്. ഏതൊക്കെ സസ്യങ്ങളാണ്? ഗോതമ്പ്, നെല്ല്, തെങ്ങ്, കരിമ്പ്, മുരിങ്ങ, എരുക്ക് എന്നിവയാണ് കാറ്റിലൂടെ അഥവാ അനിമോഫിലി വഴി പരാഗണം നടത്തുന്ന സസ്യങ്ങൾ. ജലത്തിലൂടെ ഹൈഡ്രോഫിലി വഴി പരാഗണം നടക്കുന്ന സസ്യങ്ങൾ ഹൈഡ്രില്ല, വലിസ്നേറിയ,
സോസ്റ്റെറ. ഏതൊക്കെയാണ് ഹൈഡ്രോഫിലി അഥവാ ജലത്തിലൂടെ പരാഗണം നടക്കുന്ന സസ്യങ്ങൾ? ഹൈഡ്രില്ല, വലിഷ്നേറിയ, സോസ്റ്റൈറ. ഓക്കെ. ദെൻ റഫ്ലീഷ്യ, ചേനപ്പൂവ് തുടങ്ങിയ സസ്യങ്ങളിൽ പ്രധാനമായും പരാഗണം നടക്കുന്നത് ഈച്ച വഴിയാണ്. അതായത് ഷഡ്പദങ്ങൾ വഴിയുള്ള എൻഡമോഫിലി വഴി പരാഗണം നടത്തുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ്? റഫ്ലീഷ്യ, ചേനപ്പൂവ് തുടങ്ങിയ സസ്യങ്ങൾ. ഈച്ച വഴിയാണ് പരാഗണം നടത്തുന്നത്. കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾ അപ്പൂപ്പൻ താടി, പരുത്തി, മുരിങ്ങ എന്നിവയാണ്. കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾ ഏതൊക്കെ? അപ്പൂപ്പൻ താടി, പരുത്തി, മുരിങ്ങ എന്നിവ. ജലത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ്? വേങ്ങ, ഒതളങ്ങ എന്നിവയാണ് ജലത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്നത്. മഴയിലൂടെ പരാഗണം നടക്കുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളകാണ്. മഴയിലൂടെയാണ് കുരുമുളക് പരാഗണം നടക്കുന്നത്. മഴയിലൂടെ പരാഗണം നടക്കുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളകാണ്. പരാഗണത്തിന് തേനീച്ചയെ മാത്രം ആശ്രയിക്കുന്ന പുഷ്പമാണ് സൂര്യകാന്തി എന്ന പുഷ്പം പരാഗണത്തിന് തേനീച്ചയെ മാത്രമാണ് ആശ്രയിക്കുന്നത്. തേനീച്ച വഴിയാണ് പരാഗണം നടക്കുന്നത്. ഏത് പുഷ്പത്തിന്? സൂര്യകാന്തി എന്ന പുഷ്പത്തിൽ. കൃത്രിമ പരാഗണത്തിലൂടെ മാത്രം കായ് പിടിക്കുന്ന സസ്യം വാനിലയാണ്. വാനില. ഓക്കെ. ഇനി സസ്യങ്ങളിലെ ഹോർമോണുകളെ കുറിച്ച് നോക്കാം. അതായത് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് മറ്റും സഹായിക്കുന്ന ചില ഹോർമോണുകളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. സസ്യങ്ങൾ പുഷ്പിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് ഫ്ലോറിജൻ എന്ന ഫ്ലവർ എന്നുള്ള ഓർത്താൽ മതി. ഫ്ലോർ. ഓക്കെ. സസ്യങ്ങൾ പുഷ്പിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് ഫ്ലോറിജൻ എന്ന ഹോർമോണാണ് സസ്യങ്ങൾ പുഷ്പിക്കുന്നതിന് സഹായിക്കുന്നത്. സസ്യങ്ങളുടെ വളർച്ചാ തോത് വർദ്ധിപ്പിക്കുന്ന ഹോർമോണാണ് ഗിബറുലിൻ എന്ന ഹോർമോണാണ് സസ്യങ്ങളുടെ വളർച്ചാ തോത് വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ. ഗിബുറുലിൻ എന്ന ഹോർമോണാണ് സസ്യങ്ങളുടെ വളർച്ചാ തോത് വർദ്ധിപ്പിക്കുന്നത്. ഫലങ്ങൾ പാകമാവുന്നതിന് സഹായിക്കുന്നത് എത്തിലീനാണ്. എത്തിലീൻ എന്ന ഹോർമോണാണ് ഫലങ്ങൾ പാകമാവുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ. എത്തിലീൻ എന്ന ഹോർമോണാണ് ഫലങ്ങൾ പാകമാവുന്നതിന് സഹായിക്കുന്നത്. സസ്യവളർച്ച, ചലനങ്ങൾ എന്നിവയ്ക്ക് സഹായിക്കുന്ന ഹോർമോണാണ് ആക്സിനുകൾ. ആക്സിനുകൾ എന്ന ഹോർമോണാണ് സസ്യവളർച്ച, ചലനങ്ങൾ എന്നിവയ്ക്ക് സഹായിക്കുന്നത്. കോശവിഭജനത്തെ ത്വരിതപ്പെടുത്തുകയും വേരുകളുടെ രൂപവൽക്കരണത്തിന് സഹായിക്കുകയും ചെയ്യുന്ന ഹോർമോണാണ് സൈറ്റോകൈനുകൾ. സൈറ്റോകൈൻ എന്ന ഹോർമോണാണ് കോശവിഭജനത്തെ ത്വരിതപ്പെടുത്തുകയും വേരുകളുടെ രൂപവൽക്കരണത്തിന് സഹായിക്കുകയും ചെയ്യുന്നത്. തേങ്ങാവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന സസ്യ ഹോർമോണാണ് സൈറ്റോകൈനുകൾ. വേഗത്തിലുള്ള പോഷക വിഘടനത്തെ സഹായിക്കുന്ന ഹോർമോൺ ഏത്? സൈറ്റോകൈനിൻ തന്നെയാണ്. വേഗത്തിലുള്ള പോഷക വിഘടനത്തെ സഹായിക്കുന്ന ഹോർമോൺ സൈറ്റോകൈനിനാണ്. സസ്യങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് നിയന്ത്രിക്കുന്നത് അപ്സിഡിക് ഹോർമോണാണ്. നിയന്ത്രിക്കുന്നത് അപ്സിസിക് ആസിഡാണ്. സസ്യങ്ങളിലെ കൊഴിഞ്ഞുപോക്ക് നിയന്ത്രിക്കുന്നത് അപ്സിസിക് ആസിഡ്. പുഷ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഫ്ലോറിജൻ എന്നത് പുഷ്പിക്കാൻ സഹായിക്കുന്നത്. ഓക്കെ. സസ്യകലകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. സസ്യത്തിൻ്റെ മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകളാണ് പാരൻകൈമ എന്നതാണ് സസ്യത്തിൻ്റെ മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകൾ. സസ്യത്തിൻ്റെ മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകളെയാണ് പാരൻകൈമ എന്ന് പറയുന്നത്. സസ്യത്തിന് കാറ്റടിക്കുമ്പോൾ ഒടിയാതെയും മറ്റും സഹായിക്കുന്ന കലകളാണ് കോളൻ കൈമ. ചെടിയുടെ വളരെ കട്ടിയുള്ള ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകളാണ് സ്ക്ലീറൻ കൈമ. തേങ്ങയുടെ ചിരട്ട നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സസ്യകല സ്ക്ലീറൻ കൈമയാണ്.
നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സസ്യകല സ്ക്ലീറൻ കൈമയാണ്. സ്ക്ലീറൻ കൈമ കലകളുടെ കാഠിന്യത്തിന് കാരണമാകുന്ന പദാർത്ഥമാണ്. സ്ക്ലീറൻ കൈമ കലകളുടെ കാഠിന്യത്തിന് കാരണമാകുന്ന പദാർത്ഥം ലിഗ്നിനാണ്. ലിഗ്നിൻ എന്ന പദാർത്ഥമാണ് സ്ക്ലീറൻ കൈമയുടെ കലകളുടെ കാഠിന്യത്തിന് കാരണമാകുന്ന പദാർത്ഥം. ഏത് പദാർത്ഥമാണ്? ലിഗ്നിൻ. സസ്യകോശങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന കൊഴുത്ത ദ്രാവകമാണ് പ്രോട്ടോപ്ലാസം. സസ്യകോശങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന കൊഴുത്ത ദ്രാവകമാണ് പ്രോട്ടോപ്ലാസം. സസ്യകോശത്തിലെ ഏറ്റവും വലിയ കോശഘടകം ജൈവകണമാണ്. സസ്യകോശത്തിലെ ഏറ്റവും വലിയ കോശഘടകം ഏത്? ജൈവകണമാണ്. ജീവന്റെ അടിസ്ഥാന കണിക എന്നറിയപ്പെടുന്നത് പ്രോട്ടോപ്ലാസമാണ്. ജീവന്റെ അടിസ്ഥാന കണിക എന്നറിയപ്പെടുന്ന പദാർത്ഥം പ്രോട്ടോപ്ലാസമാണ്. പ്രോട്ടോപ്ലാസം തന്നെയാണ് സസ്യകോശത്തിലെ ഏറ്റവും വലിയ കോശഘടകം എന്നറിയപ്പെടുന്നത്, പ്രോട്ടോപ്ലാസം. ഓക്കെ, നെക്സ്റ്റ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ചില വസ്തുതകൾ പരിശോധിക്കാം. സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണം എന്നാൽ ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയാണ് സസ്യങ്ങളിൽ. ഓക്കെ, പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് പകൽ സമയങ്ങളിലാണ്. ഓർത്തു വയ്ക്കുക, രാത്രി സമയങ്ങളിലല്ല, പകൽ സമയങ്ങളിലാണ് പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഓക്കെ, പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏത്? ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കൂടുതൽ ചുവപ്പ് നിറത്തിലാണ്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ നിരക്ക് ഏറ്റവും കൂടുതലുള്ളത് ചുവപ്പ് നിറത്തിലാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറന്തള്ളുന്ന സസ്യമാണ് തുളസി. തുളസി എന്ന സസ്യത്തിലാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറന്തള്ളുന്നത്. ഓസോൺ വാതകം പുറന്തള്ളുന്നത് തുളസി എന്ന സസ്യത്തിലാണ്. ഓക്കെ, പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഇലകളിലാണ്. സസ്യത്തിലെ ഇലകളിലാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. പ്രകാശ സംശ്ലേഷണം ഹരിതകം എന്ന വസ്തു കണ്ടുപിടിച്ചത് PJ പെൽബർട്ടിസ് ആണ്. ഹരിതകം കണ്ടുപിടിച്ചത് PJ പെൽബർട്ടിസ് ആണ് ഹരിതകം കണ്ടുപിടിച്ചത്. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമില്ലാത്തത് ഓക്സിജൻ ആണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ആവശ്യമില്ലാത്ത വാതകം ഓക്സിജൻ ആണ്. പ്രകാശ സംശ്ലേഷണ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ മെൽവിൻ കാൽവിനാണ് പ്രകാശ സംശ്ലേഷണ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ. പ്രകാശ സംശ്ലേഷണം ഏറ്റവും കുറവ് നടക്കുന്നത് മഞ്ഞ പ്രകാശത്തിലാണ്. ഏറ്റവും കൂടുതൽ നടക്കുന്നത് ചുവപ്പ് പ്രകാശത്തിലാണെന്ന് പറഞ്ഞു. മഞ്ഞ പ്രകാശത്തിലാണ് ഏറ്റവും കുറവ് നടക്കുന്നത്. രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. സസ്യങ്ങൾ രാത്രികാലങ്ങളിൽ പുറത്തുവിടുന്ന വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഭൂമിയിലെത്തുന്ന സൗരോർജ്ജത്തിൽ സസ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഊർജത്തിൻ്റെ അളവ് 5% ആണ്. ഭൂമിയിലെത്തുന്ന സൗരോർജ്ജത്തിൽ സസ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഊർജത്തിൻ്റെ അളവ് എന്നത് എത്ര ശതമാനമാണ്? 5%. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന ഓക്സിജൻ എന്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? ജലത്തിൻ്റെ വിഘടന ഫലമായിട്ട്. അതായത് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജൻ പുറത്തുവിടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അത് എന്തിൻ്റെ വിഘടന ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്? ജലത്തിൻ്റെ വിഘടന ഫലമായിട്ടാണ്. ജലത്തിൽ H2O അടങ്ങിയിരിക്കുന്നു. അതിൽ വിഘടിച്ചാണ് ഓക്സിജൻ ഉണ്ടാകുന്നത് പ്രകാശ സംശ്ലേഷണ സമയത്ത്. ഓക്കെ, സസ്യങ്ങളിലെ വർണ്ണകങ്ങളെ കുറിച്ച് നോക്കാം. സസ്യങ്ങളിലെ വർണ്ണകങ്ങൾ, നിറങ്ങൾ. സസ്യങ്ങളിൽ കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവകണമാണ് ഹരിതകണം. സസ്യങ്ങളിൽ കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവകണമാണ് ഹരിതകണം, ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, ഹരിതകണത്തിൻ്റെ പച്ച നിറത്തിന് കാരണം ഹരിതകം ആണ്. ഹരിതകണത്തിൻ്റെ പച്ച നിറത്തിന് കാരണം ഹരിതകം ക്ലോറോഫിൽ ആണ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമേത്? മഗ്നീഷ്യം എന്ന ലോഹമാണ്. മഗ്നീഷ്യം എന്ന ലോഹമാണ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്നത്. നിറമില്ലാത്ത ജൈവകണമേത്? ശ്വേതകണം. നിറമില്ലാത്ത ജൈവകണമാണ് ശ്വേതകണം. ശ്വേതകണമാണ് നിറമില്ലാത്ത ജൈവകണം. പൂക്കൾക്കും ഇലകൾക്കും മറ്റും പർപ്പിൾ അഥവാ ഊതനിറം, നീല എന്നീ നിറങ്ങൾ നൽകുന്ന വർണ്ണകണം ആന്തോസയാനിനാണ്.
ആന്തോസയാനിൻ എന്ന വർണ്ണകണമാണ് പൂക്കൾക്കും ഇലകൾക്കും മറ്റും പർപ്പിൾ, നീല എന്നീ നിറങ്ങൾ നൽകുന്നത്. ഇലകൾക്കും പൂക്കൾക്കും ഫലങ്ങൾക്കും മറ്റും മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിലാണ്. സാന്തോഫിൽ എന്ന കണമാണ് ഇലകൾക്കും പൂക്കൾക്കും ഫലങ്ങൾക്കും മറ്റും മഞ്ഞ നിറം നൽകുന്നത്. കോശത്തിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്നത് ഹരിതകണമാണ്. കോശത്തിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്നത് ഹരിതകണം. പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഹരിതകം അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഹരിതകണങ്ങൾ കോശത്തിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്നത്. ഓക്കെ, ക്ലോറോഫിൽ ഇല്ലാത്ത കരസസ്യം കുമിൾ ആണ്. ക്ലോറോഫിൽ ഇല്ലാത്ത കരസസ്യം ഏത്? കുമിൾ. കുമിളാണ് ക്ലോറോഫിൽ ഇല്ലാത്ത കരസസ്യം. ഹരിതകമില്ലാത്ത ഏകസസ്യം ഈസ്റ്റ് ആണ്. ഹരിതകമില്ലാത്ത ഏകസസ്യം ഏത്? ഈസ്റ്റ്. ഈസ്റ്റിലാണ് ഹരിതകം ഇല്ലാത്തത്. ഓക്കെ, ഇനി ഓരോ സസ്യങ്ങളുടെ ഉപയോഗങ്ങൾ നോക്കാം. സസ്യങ്ങളും അവയുടെ ഉപയോഗവും. കപ്പൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരം ഏത്? തേക്കാണ് കപ്പൽ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. തേക്ക് എന്ന മരമാണ്, വൃക്ഷമാണ് കപ്പൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അലങ്കാര സസ്യമായി ഉപയോഗിക്കുന്ന മുളയിനം ബുഡാസ് ബെല്ലി. അലങ്കാര സസ്യമായി ഉപയോഗിക്കുന്ന മുളയിനമേത്? ബുഡാസ് ബെല്ലി. ക്രിക്കറ്റ് ബാറ്റുകൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന തടിയേത്? വില്ലോ. വില്ലോ തടിയാണ് ക്രിക്കറ്റ് ബാറ്റുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ക്രിക്കറ്റ് ബാറ്റുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് വില്ലോ തടിയാണ്. വില്ലോ തടിയിലാണ് ക്രിക്കറ്റ് ബാറ്റുകൾ നിർമ്മിക്കുന്നത്. ടർപ്പൻ്റെയിൻ നിർമ്മാണത്തിന് ആശ്രയിക്കുന്നത് ഏത് സസ്യത്തെയാണ്? പൈൻ. പൈൻ മരങ്ങളെയാണ് ടർപ്പൻ്റെയിൻ നിർമ്മാണത്തിന് ആശ്രയിക്കുന്നത്. ടർപ്പൻ്റെയിൻ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പൈൻ മരങ്ങളാണ്. ഓപ്പിയം കറുപ്പ് ലഭിക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ്? പോപ്പി. ഓപ്പിയം ലഭിക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ്? പോപ്പി എന്ന സസ്യത്തിൽ നിന്നാണ്. വീണ, തമ്പുരു എന്നിങ്ങനെയുള്ള സംഗീത ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി പ്ലാവാണ്. വീണ, തമ്പുരു എന്നിങ്ങനെയുള്ള സംഗീത ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി പ്ലാവാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി ആഞ്ഞിലിയാണ്. ആഞ്ഞിലി മരത്തിലാണ് ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിക്കുന്നത്. ആഞ്ഞിലി മരം. ലിനൻ നാരുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചണവിഭാഗത്തിൽപ്പെട്ട സസ്യം ഫ്ലാക്സ് ആണ്. ഫ്ലാക്സ് ആണ് ലിനൻ നാരുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചണവിഭാഗത്തിൽപ്പെട്ട സസ്യം ഫ്ലാക്സ്. പ്രാചീന ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസിന് നൽകിയ വിഷസസ്യം ഹെംലോക്ക്. പ്രാചീന ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസിന് നൽകിയ വിഷസസ്യമേത്? ഹെംലോക്ക്. കഞ്ചാവ്, ചരസ് എന്നീ ലഹരി വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചണസസ്യം ഇന്ത്യൻ ഹെമ്പാണ്. ഇന്ത്യൻ ഹെംപ് എന്ന സസ്യമാണ് കഞ്ചാവ്, ചരസ് എന്നീ ലഹരി വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ചൂയിങ്കം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് സപ്പോട്ടയാണ്. സപ്പോട്ടയാണ് ചൂയിങ്കം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഗ്രാമ്പുവിൻ്റെ ഉപയോഗയോഗ്യമായ ഭാഗം പൂമൊട്ടാണ്. ഗ്രാമ്പുവിൻ്റെ ഉപയോഗയോഗ്യമായ ഭാഗമേത്? പൂമൊട്ട്. റോഡരികുകളിൽ വളരുന്ന സസ്യങ്ങളിൽ കൂടുതൽ കണ്ടുവരുന്ന ലോഹം ഈയമാണ്. റോഡരികുകളിൽ നമ്മൾ സസ്യങ്ങൾ കാണാറുണ്ട്. ആ സസ്യങ്ങളിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഈയം. വസ്തുക്കളുടെ pH മൂല്യം അളക്കാൻ ഉപയോഗിക്കുന്ന ലിറ്റ്മസ് പേപ്പർ ഏതിനം സസ്യത്തിൽ നിന്നാണ് നിർമ്മിക്കുന്നത്? ലൈക്കനുകൾ എന്ന സസ്യത്തിൽ നിന്നാണ് വസ്തുക്കളുടെ pH മൂല്യം അളക്കാൻ ഉപയോഗിക്കുന്ന ലിറ്റ്മസ് പേപ്പർ നിർമ്മിക്കുന്നത്. ബോഗൻ വില്ല എന്ന ഉദ്യാന സസ്യത്തിൻ്റെ ജന്മദേശം ബ്രസീലാണ്. ബോഗൻ വില്ല എന്ന ഉദ്യാന സസ്യത്തിൻ്റെ ജന്മദേശം ഏത്? ബ്രസീലാണ് ബോഗൻ വില്ല എന്ന ഉദ്യാന സസ്യത്തിൻ്റെ ജന്മദേശം. മുളകിന് എരിവ് നൽകുന്ന രാസവസ്തു കാപ്സൈൻ ആണ്. മുളകിന് എരിവ് നൽകുന്ന രാസവസ്തു ഏത്? കാപ്സൈൻ ആണ് മുളകിന് എരിവ് നൽകുന്നത്. കുരുമുളകിന് എരിവ് നൽകുന്നതോ? കാരിയോഫിലിൻ ആണ് കുരുമുളകിന് എരിവ് നൽകുന്നത്. മുളകിന് എരിവ് നൽകുന്നത് കാപ്സൈൻ ആണെങ്കിൽ കുരുമുളകിന് എരിവ് നൽകുന്നത് കാരിയോഫിലിൻ ആണ്. ഉള്ളിയുടെ രൂക്ഷഗന്ധത്തിന് കാരണം അലൈൻ സൾഫൈഡ് ആണ്. ഉള്ളിയുടെ രൂക്ഷഗന്ധത്തിന് കാരണം അലൈൻ സൾഫൈഡ് ആണ്. വെളുത്തുള്ളിയുടെ രൂക്ഷഗന്ധത്തിന് കാരണം അലിസീൻ ആണ്. വെളുത്തുള്ളിയുടെ രൂക്ഷഗന്ധത്തിന് കാരണം അലിസീനും ഉള്ളിയുടെ രൂക്ഷഗന്ധത്തിന് കാരണം അലൈൻ സൾഫൈഡും. മങ്കീസ് പസിൽ എന്നറിയപ്പെടുന്ന ചെടി അറോക്കേരിയാണ്. അറോക്കേരിയ എന്ന ചെടിയാണ് മങ്കീസ് പസിൽ എന്നറിയപ്പെടുന്നത്. മങ്കീസ് പസിൽ എന്നറിയപ്പെടുന്ന ചെടി അറോക്കേരിയ. സസ്യകോശത്തിലെ ഏറ്റവും വലിയ കോശാംഗം ജൈവകണമാണ്. ചേന മുറിച്ചാൽ ചൊറിച്ചിലുണ്ടാകുന്ന രാസവസ്തു
കാൽസ്യം ഓക്സലേറ്റ്. ചേന മുറിച്ചാൽ നമുക്കറിയാം ചൊറിച്ചിലുണ്ടാകും. അതിന് കാരണമായ രാസവസ്തു കാൽസ്യം ഓക്സലേറ്റ് ആണ്. കാൽസ്യം ഓക്സലേറ്റ് ആണ് ചേന മുറിച്ചാൽ ചൊറിച്ചിലുണ്ടാകുന്നതിന് കാരണമായ രാസവസ്തു, കാൽസ്യം ഓക്സലേറ്റ്. ഓക്കെ. ഇലയുടെ പുറമേയുള്ള നിർജീവ സ്തരം ക്യൂട്ടിക്കിൾ ആണ്. ക്യൂട്ടിക്കിളാണ് ഇലയുടെ പുറമേയുള്ള നിർജീവ സ്തരം. ചതുർജാതം എന്ന പേരിൽ അറിയപ്പെടുന്ന ഔഷധികൾ ഏതൊക്കെ? ചതുർജാതം എന്ന പേരിൽ അറിയപ്പെടുന്ന ഔഷധികൾ ഏലം, കറുവാപ്പട്ട, പച്ചില, നാഗപ്പൂവ്. ഏതൊക്കെയാണ്? ഏലം, കറുവാപ്പട്ട, പച്ചില, നാഗപ്പൂവ്. നാൽപ്പാമരം എന്ന പേരിൽ അറിയപ്പെടുന്ന മരങ്ങൾ ഏതൊക്കെ? നാൽപ്പാമരം എന്ന പേരിൽ അറിയപ്പെടുന്ന മരങ്ങൾ അത്തി, ഇത്തി, അരയാൽ, പേരാൽ. ഏതൊക്കെയാണ്? അത്തി, ഇത്തി, അരയാൽ, പേരാൽ. റബ്ബർ മരത്തിൻ്റെ യഥാർത്ഥ പേര് ഹാവിയെ മരം. റബ്ബർ മരത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ്? ഹാവിയെ മരം എന്നാണ്. ഇഞ്ചിക്കു എരിവ് കലർന്ന പ്രത്യേക സ്വാദ് തരുന്ന രാസവസ്തു ഏത്? ജിഞ്ചറിൻ. അതായത് ഇഞ്ചിയുടെ ഇംഗ്ലീഷ് പദം ജിഞ്ചർ എന്നാണ്, ഇംഗ്ലീഷ് വാക്ക്. അപ്പം അങ്ങനെ ഓർത്താൽ മതി. ഇഞ്ചിക്ക് എരിവ് കലർന്ന പ്രത്യേക സ്വാദ് തരുന്ന രാസവസ്തു ജിഞ്ചറിൻ. ത്രിഫലയിൽ ഏതെല്ലാം ഫലങ്ങൾ അടങ്ങിയിരിക്കുന്നു? ത്രിഫലയിൽ ഏതെല്ലാം ഫലങ്ങൾ അടങ്ങിയിരിക്കുന്നു? കടുക്ക, താനിക്ക, നെല്ലിക്ക. കടുക്ക, താനിക്ക, നെല്ലിക്ക എന്നിവയാണ് ത്രിഫലയിൽ അടങ്ങിയിരിക്കുന്നത്. വൻ വൃക്ഷങ്ങളെ പോലും ഏതാനും സെൻറ്റിമീറ്ററുകൾ മാത്രം ഉയരത്തിൽ മുരടിപ്പിച്ച് വളർത്തുന്ന സമ്പ്രദായമാണ് ബോൺസായി കൃഷി. അതായത് വലിയ വൃക്ഷങ്ങളെ ഏതാനും സെൻറ്റിമീറ്റർ, അതായത് ചെറിയ ഉയരത്തിൽ മുരടിപ്പിച്ച് വളർത്തുന്ന സമ്പ്രദായമാണ് ബോൺസായി കൃഷി. ബോൺസായി കൃഷി എന്നതാണ് ആ വളർത്തിയിരുന്ന രീതിയെ പറയുന്നത്, ബോൺസായി കൃഷി. ത്രിഗന്ധം ഏതെല്ലാം സുഗന്ധദ്രവ്യങ്ങളുടെ ചേരുവയാണ്? ത്രിഗന്ധം എന്നത് ഏതെല്ലാം സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ചേരുവയാണ്? ചന്ദനം, രക്തചന്ദനം, അഖിൽ. ഏതൊക്കെ? ചന്ദനം, രക്തചന്ദനം, അഖിൽ എന്നിവയാണ് ത്രിഗന്ധം. ഓക്കെ. ത്രിഗഡു എന്ന പേരിൽ അറിയപ്പെടുന്ന എരിവുള്ള ഔഷധികൾ. ത്രിഗഡു എന്ന പേരിൽ അറിയപ്പെടുന്ന എരിവുള്ള ഔഷധികൾ ചുക്ക്, മുളക്, തിപ്പലി. ചുക്ക്, മുളക്, തിപ്പലി എന്നിവയാണ് ത്രിഗഡു എന്ന പേരിൽ അറിയപ്പെടുന്ന എരിവുള്ള ഔഷധികൾ. സസ്യ എണ്ണകളിൽ അടങ്ങിയിരിക്കുന്ന അമ്ലം സ്റ്റിയറിക് അമ്ലമാണ്. സസ്യ എണ്ണകളിൽ അടങ്ങിയിരിക്കുന്ന അമ്ലം ഏത്? സ്റ്റിയറിക് അമ്ലം. മരച്ചീനിക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന അമ്ലം ഹൈഡ്രോസയനിക് അമ്ലം. മരച്ചീനിക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന അമ്ലം ഹൈഡ്രോസയനിക് അമ്ലമാണ്. സസ്യ എണ്ണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അമ്ലം സ്റ്റിയറിക് അമ്ലമാണ്. സ്വർഗത്തിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന പഴം ഏത്? നേന്ത്രപ്പഴമാണ്. സ്വർഗത്തിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന പഴം നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴമാണ് സ്വർഗത്തിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത്. പുഷ്പസസ്യങ്ങളെ മാത്രം നട്ടുവളർത്തുന്ന കാർഷിക മേഖലയെ ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നു. പുഷ്പസസ്യങ്ങളെ മാത്രം നട്ടുവളർത്തുന്ന കാർഷിക മേഖലയെ ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നു. എന്താണ് ഹോർട്ടികൾച്ചർ? ഹോർട്ടികൾച്ചർ എന്നാൽ പഴങ്ങൾ, പച്ചക്കറികൾ, പുഷ്പങ്ങൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുന്ന രീതിയാണ്. എന്താണ് ഹോർട്ടികൾച്ചർ? പഴങ്ങൾ, പച്ചക്കറികൾ, പുഷ്പങ്ങൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടികൾച്ചർ. വനസസ്യങ്ങളെ നട്ടുവളർത്തുന്നതും പരിപാലിക്കുകയും ചെയ്യുന്ന രീതിയാണ് സിൽവികൾച്ചർ. വനസസ്യങ്ങളെ നട്ടുവളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന രീതിയെ സിൽവികൾച്ചർ എന്ന് പറയുന്നു. മുന്തിരി വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന രീതി വിറ്റികൾച്ചറാണ്. മുന്തിരി വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന രീതി എന്ന് പറയുന്നു വിറ്റികൾച്ചർ എന്ന് പറയുന്നു. വിറ്റികൾച്ചർ എന്നാണ് മുന്തിരി വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന രീതിയെ പറയുന്നത്. ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവ് ആര്? ഹേബർലാൻഡ് ആണ്. ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹേബർലാൻഡ് ആണ്. ഹേബർലാൻഡ് ആണ് ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഹേബർലാൻഡ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കേരളമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കേരളം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് എന്നാണ് കേരളം അറിയപ്പെടുന്നത്. മഴയിലൂടെ പരാഗണം നടത്തുന്ന സസ്യം കുരുമുളക്. നേരത്തെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനാണ്. മഴയിലൂടെ പരാഗണം നടത്തുന്നത് കുരുമുളകാണ്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയ സുഗന്ധവ്യഞ്ജനം മഞ്ഞളാണ്. മഞ്ഞളിലാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിരിക്കുന്ന സുഗന്ധവ്യഞ്ജനം മഞ്ഞളാണ്.
കൃത്രിമ പരാഗണം നടത്തുന്ന ഒരു സസ്യമാണ് വാനില. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാര്? MS സ്വാമിനാഥൻ. MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. MS സ്വാമിനാഥൻ. ലോക ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? നോർമാൻ ബോർലോഗ്. ഇത് തെറ്റിക്കരുത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥനും ലോക ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമാൻ ബോർലോഗ് ആണ്. നോർമൻ ബോർലോഗ് ലോക ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഡച്ചുകാരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ കൃതിയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ഡച്ചുകാരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് തയ്യാറാക്കിയ കൃതി. ഹോർത്തൂസ് മലബാറിക്കസ്. ഓക്കെ. കേട്ടിട്ടിലെ എൻവയോൺമെൻറ്റൽ സയൻസിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പാർട്ട് 2 വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എൻവയോൺമെൻറ്റൽ സയൻസിൽ നിന്ന് നിരവധി ക്വസ്റ്റ്യൻ ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ലഭ്യമാവുകയുള്ളൂ. കേട്ടിട്ടുമായി റിലേറ്റ് ചെയ്യുന്ന എല്ലാവിധ ക്വസ്റ്റ്യൻസും പബ്ലിഷ് ചെയ്യാൻ പഠിപ്പുരയായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ. ബൈ.